നമസ്കാരം. ഷിബ ടീച്ചറിന്റെ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. നമുക്ക് 10ാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലിയുടെ ഒരു ചെറിയ റിവിഷൻ നോക്കാം. കാരണം മിക്കവാറുള്ള എല്ലാ പാഠങ്ങളും നമ്മൾ പഠിപ്പിച്ച് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പല റിവിഷൻ, കഴിഞ്ഞ വർഷത്തെ റിവിഷൻ ഉണ്ട്. എന്നാലും വെറുതെ പാഠങ്ങളിലൂടെ നമുക്കൊന്ന് കടന്നു പോകാം. ഓരോ പാഠങ്ങളും നമുക്ക് പഠിച്ചു എന്നുള്ളതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ്. ഇതിനകത്ത് ആദ്യത്തെ പാഠം നമുക്കറിയാലോ, മലയാളം അടിസ്ഥാന പാഠാവലിയിലെ ആദ്യത്തെ ലെസൺ യൂണിറ്റ് പ്രവേശകം മുതലാണ് പറഞ്ഞിരിക്കുന്നത്. ജീവിതം പടർത്തുന്ന വേരുകൾ, അത് ഡി വിനയചന്ദ്രന്റേതാണ്. വൃക്ഷങ്ങളെ ഭൂമിയിൽ ചേർത്ത് നിർത്തുന്ന വേരുകളാണെന്നും മനുഷ്യരെ ചേർത്ത് നിർത്തുന്ന സ്നേഹബന്ധങ്ങളാണെന്നും അമ്മയോടുള്ള സ്നേഹം പോലെയാണ് മനുഷ്യന് പ്രകൃതിയോടുള്ള സ്നേഹം വേണ്ടതെന്നും ഒക്കെ പറയുന്നുണ്ട്. ഇതിലൊരു ചോദ്യം ശ്രദ്ധിക്കുക. അവയ്ക്ക് ഭൂമിയിൽ വേരുണ്ട്, അതുകൊണ്ട് ഉറച്ചു നിൽക്കുന്നു. 2 മാർക്ക് ചോദ്യമാണ്. അതിന് അർത്ഥവ്യത്യാസം വരാതെ ഒറ്റ വാക്യമാക്കണം. അവയ്ക്ക് ഭൂമിയിൽ വേരുള്ളത് കൊണ്ട് ഉറച്ചു നിൽക്കുന്നു എന്നാണ് എഴുതേണ്ടത്. അപ്പൊ ജീവിതം പടർത്തുന്ന വേരുകൾ, അപ്പൊ വേരുകൾ എന്ന വാക്കിന്റെ അർത്ഥസാധ്യത ഇവിടെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഉത്തരം 2 അർത്ഥസാധ്യതകൾ എഴുതാം. മനുഷ്യബന്ധങ്ങളാണ് വേരുകൾ, പിന്നെ സഹവർത്തിത്വം ആണ് വേരുകളുടെ മറ്റൊന്ന്. പ്ലാവിലക്കഞ്ഞി തകഴി ശിവശങ്കര പിള്ളയുടേതാണ്. പ്ലാവിലക്കഞ്ഞി ജ്ഞാനപീഠ പുരസ്കാര ജേതാവാണ് അദ്ദേഹം. കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയിട്ടുണ്ട്. കുട്ടനാടിന്റെ കഥാകാരൻ എന്നൊക്കെ അറിയപ്പെടുന്ന തകഴിയുടെ ഈ ഒരു നോവലിൽ ജന്മികുടിയാൻ വ്യവസ്ഥ, പഴയ കാലത്തെ കൂലി നൽകാതെ, നെല്ല് കൂലിയായി നൽകാതെ പണം നൽകി പാവം തൊഴിലാളികളെ പറ്റിക്കുന്ന രീതി, അവരുടെ ദുരിത ജീവിതം, ഇതൊക്കെ ഇതിനകത്ത് ആവിഷ്കരിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അറിയാലോ, ഇല്ലായ്മയിൽ സന്തോഷം കണ്ടെത്തുന്ന കുടുംബാംഗങ്ങളാണ് ആ ഒരു നോവലിനെ സുന്ദരമാക്കുന്നത്. നമുക്ക് പഠിക്കാനുള്ള പാഠഭാഗത്ത് ചിരിതയും ചാത്തനും, അല്ലെങ്കിൽ ചാത്തന്റെ പിതാവും ഉള്ള ആ 3 പേരും അവർ അന്യോന്യം കരുതാനും സ്നേഹിക്കാനും അവർക്ക് കഴിയുന്നു എന്നുള്ളതാണ് ആ പാഠഭാഗത്തെ സുന്ദരമാക്കുന്നത്. കോരൻ എന്ന കഥാപാത്രം, അവൻ ഒരുപാട് അമർഷങ്ങളൊക്കെ ഉള്ള ഒരു നേതാവായി അറിയപ്പെടാൻ അല്ലെങ്കിൽ മാറാൻ ആഗ്രഹിക്കുന്നവനാണ്. പക്ഷെ അവനോടൊപ്പം ഉള്ളവർ കൂടെ ഉണ്ടാവില്ല എന്നുള്ള ഒരു ചിന്തയിൽ അവൻ ആ ഒരു അല്ലെങ്കിൽ ആ ഒരു ചിന്ത അവൻ മറക്കുകയാണ്. ഭാര്യയോടുള്ള ശ്രദ്ധയുണ്ട്, സ്നേഹമുണ്ട്, അച്ഛനെ ഒറ്റപ്പെടുത്തേണ്ടി വന്നതിലുള്ള സങ്കടമുണ്ട്, കഠിനാധ്വാനിയായിരുന്ന അച്ഛനോടുള്ള അഭിമാനമുണ്ട്. അപ്പൊ ഒരു നേരമെങ്കിലും അച്ഛന് ആഹാരം കൊടുക്കാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷിക്കുന്ന ഒരു മകനാണ് കോരൻ. ഇപ്പൊ ചിരിതയാണെങ്കിലോ അപ്പനെയും മകനെയും സ്നേഹിക്കുന്ന അധ്വാനിയായ ഒരു ഭാര്യയാണ്. അവള് വെറുതെ ഇരിക്കുന്നില്ല. തനിക്ക് കിട്ടുന്ന സമയത്ത് മുറം വിറ്റ് കിട്ടുന്ന പണം കൊണ്ടാണ് കോരന്റെ അപ്പന് അല്പം ആഹാരം വാങ്ങുന്നത്. താൻ കാരണമാണ് കല്യാണ ദിവസം നടന്ന തർക്കത്തിലാണ് ഇവർ പിരിഞ്ഞത്. അപ്പോൾ തിരിച്ച് അപ്പൻ വന്നപ്പോൾ ഏറ്റവും അധികം സന്തോഷിക്കുന്നത് ചിരിതയാണ്. അവള് മറ്റുള്ളവരെ തീറ്റുക, എന്നിട്ട് അവൾ ഉണങ്ങുകയും മുഴുക്കരിയിട്ട് തിളപ്പിച്ചു, ഏന അത് കുടിച്ചത്. അപ്പൊ ഇത്തരം സംഭാഷണങ്ങളിൽ നിന്ന് ചിരിത എന്ന കഥാപാത്രത്തിന്റെ സ്നേഹവും കരുതലുമാണ് നമുക്ക് മനസ്സിലാക്കുന്നത്.